ആപ്കി അദാലത്തിൽ കോമഡി കിങ് കപിൽ ശർമ്മയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഡബിൾ റോൾ ചെയ്യുന്നു എന്നതാണ്. കപിൽ, താങ്കളുടെ ഒരു രൂപമാണിത്. ഇത് എല്ലാവർക്കും അറിയാം. താങ്കളുടെ ഷോസിലും ഇത് തന്നെയാണ്. ചിരിക്കുന്ന, ചിരിപ്പിക്കുന്ന. സർ, പക്ഷെ മറ്റൊരു രൂപം അത് രാത്രി 10 മണിക്ക് ശേഷമേ കാണിക്കാറുള്ളെന്നറിഞ്ഞു. പേടിപ്പിക്കുന്ന, ഭീഷണിപ്പെടുത്തുന്ന മറ്റൊരു രൂപം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്, ഞാൻ മൾട്ടി ടാലന്റഡ് ആണ്. സർ, അതൊക്കെ ചില സമയങ്ങളിൽ സംഭവിക്കുന്നതാ. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഞാൻ ഒരുപാട് മാറി. പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുമായിരുന്നു. പിന്നെ എനിക്ക് എല്ലാവരെയും ചിരിപ്പിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ വളരെ ഇഷ്ടമാണ്. ചില സമയങ്ങളിൽ ദേഷ്യവും വരും. ആദ്യമൊക്കെ ഉറപ്പായിട്ടും വരുമായിരുന്നു. കല്യാണത്തിന് ശേഷം അങ്ങനെയൊന്നുമില്ല. ദേഷ്യം വരും സാർ. ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ആരെങ്കിലും എന്നൊരു വഴക്ക് പറഞ്ഞാൽ ഞാൻ ഒരു 10 എണ്ണം തിരിച്ചു പറയുമായിരുന്നു. ഞാനന്ന് ചിന്തിച്ചതേ ഇല്ല. ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അവനെ വഴക്ക് പറയായിരുന്നല്ലോ. ഞാനാണെങ്കിൽ ഈ ബ്ലൂടിക്ക് അക്കൗണ്ടിൽ നിന്നാണ് വഴക്ക് പറയുന്നത്. പിന്നെ ഈ ജനങ്ങൾ, എനിക്കറിയില്ലായിരുന്നു ഈ കാര്യങ്ങളൊന്നും. തെറ്റ് മനസ്സിലായപ്പോൾ ഞാനത് തിരുത്തി. പിന്നെ പെട്ടെന്നൊരു ദിവസം അത് ഒരു ന്യൂസ് ആയിട്ട് മാറി. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഐ ആം വെരി പോപ്പുലർ. ഞാനിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരുപാട് മാറി സാർ. പൊതുവെ നാട്ടിൻ പ്രദേശങ്ങളിൽ പറയാറുണ്ട്, ആന മതം പിടിച്ച ഒരു മാതിരി, ഇല്ലെങ്കിൽ വേറൊരു മാതിരി എന്ന്. കപിൽ ശർമ്മ കുടിച്ച ഒരു മാതിരി, കുടിച്ചില്ലെങ്കിൽ വേറെ മാതിരി എന്ന് കേട്ടു. അങ്ങനെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ധർമ്മേന്ദ്രയെ ഫോളോ ചെയ്യായിരുന്നു. ഈ കാര്യത്തിലല്ല കേട്ടോ. നിങ്ങൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ, സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഞാൻ ധർമ്മേന്ദ്രയുടെ ട്വീറ്റ്സ് നോക്കാൻ തുടങ്ങി. അദ്ദേഹം വളരെ റൊമാൻറ്റിക് ആണല്ലേ. നമുക്കത് ഉറപ്പായിട്ടും സെറ്റാവില്ല. ഞാൻ ട്വിറ്ററിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ പാടില്ല. ധർമ്മേന്ദ്രയെ പോലെ ആവണമെന്ന് ഞാനും തീരുമാനിച്ചു. അതിനിടയ്ക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ഫാമിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ പറമ്പിൽ വലിയ വലിയ പംകിൻ ഉണ്ടായിരുന്നു. പംകിന് മലയാളത്തിൽ എന്താ പറയാ? മത്തങ്ങ. അത് തന്നെ മലയാളത്തിൽ പംകിൻ. നിങ്ങൾക്ക് എന്നെക്കാളും വിദ്യാഭ്യാസം ഉണ്ടല്ലേ. മലയാളത്തിൽ പറയും കുമ്പളങ്ങ എന്ന് പറയും. അതിങ്ങനെ റൗണ്ട് ഷേപ്പിലായിരിക്കും, ഇങ്ങനെ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ഫാമിൽ വലിയ വലിയ പംകിൻ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ട്വിറ്ററിൽ ലൈവായിട്ട് കാണിച്ചു. സുഹൃത്തുക്കളെ, തോട്ടത്തില് മത്തങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇത് ശരീരത്തിന് വളരെ നല്ലതാണ്. വലിയ വലിയ പംകിനായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ ഞാനും അതുപോലുള്ള വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. പറ്റിയില്ലെങ്കിൽ പിന്നെ ചെയ്യാനേ പാടില്ല. അതായത് സാറേ നിങ്ങൾക്ക് അത് തന്നെ എടുത്തിട്ടാ പോരെ? നിങ്ങൾ ജയിലിൽ നിന്ന് എപ്പോഴാണ് ഇറങ്ങിയത്? ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഇപ്പോൾ എന്റെ പ്രായമായിരിക്കും. ചിലരൊക്കെ എന്റെ സഹോദരന്മാരായിരിക്കും. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ നിങ്ങളത് ഇഗ്നോർ ചെയ്തേക്കണം. കാരണം സ്നേഹമുള്ളവരാണ് കൂടുതലും. മോശം ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അതിൽ തന്നെ നമുക്കും ശീലങ്ങളൊക്കെ ഉണ്ട്. നമ്മളും അതിൽ ചിലത് കൂട്ടി പറയും. എവിടെയെങ്കിലുമൊക്കെ അത് എഴുതി വെക്കുകയും ചെയ്യും. അതായത് 4 പേര് വളരെ സന്തോഷത്തോടു കൂടി ഒരു ചടങ്ങ് ആഘോഷിച്ചു. നമ്മളതൊന്നും ശ്രദ്ധിക്കില്ല. അതേസമയം മറ്റൊരു ന്യൂസ്, 2 ഗ്രൂപ്പുകൾ തമ്മിൽ മുട്ടാൻ വഴക്ക്. നമ്മൾ ആദ്യം അതായിരിക്കും നോക്കുക, എന്തിനാണ് അവർ വഴക്കിട്ടത്. അതായത് നെഗറ്റിവിറ്റി നിങ്ങളെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അതിൽ മസാല കൂടുതലാണ്. പക്ഷേ നിങ്ങൾ സ്നേഹം പരത്താൻ ശ്രമിക്കണം. അതൊക്കെ പഴയ കഥകളാണ്. പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുമായിരുന്നു. ഈ സ്നേഹ സന്ദേശത്തെ കുറിച്ച് പറയുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. അനുപം ഖേറിനെ ആദ്യമായിട്ട് കണ്ടപ്പോ അതെ സാർ, താങ്കൾ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു എന്ന് കേട്ടു. ഇല്ല സാർ, അനുപം സാറിന്റെ വലിയൊരു ഫാനാണ് ഞാൻ. ദുബായിൽ ഞങ്ങളൊരു ഷോ ചെയ്തിരുന്നു. അപ്പോൾ എന്റെ ഓർഗനൈസർ എന്നോട് പറഞ്ഞു, അനുപം ഖേർ സാറും ഇവിടെ ഉണ്ട്, അദ്ദേഹം നിങ്ങളെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം എന്നോട് നിങ്ങൾ കഴിക്കുമെന്ന് ചോദിച്ചു. അതെന്തൊരു ചോദ്യം ഞാൻ മനസ്സിൽ എന്നോട് ഞാൻ ചോദിക്കായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ അവിടെയുള്ള മാളിനകത്തേ ചെന്നു. ചെന്ന ഉടനെ അദ്ദേഹം ഒന്ന് ഓർഡർ ചെയ്തു, എനിക്കും ചേർത്ത്. ഞാൻ ഓക്കെ പറഞ്ഞു. ഒരു 30 ml വന്നു. പെട്ടെന്ന് അദ്ദേഹം, ഈ കാര്യം ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല, ഇതൊരു നല്ല കാര്യമല്ല, പക്ഷേ വല്ലപ്പോഴൊക്കെ അടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരെണ്ണം വന്നു, ഒരു ഡ്രിങ്ക് വന്നു. പക്ഷെ എത്ര നേരം വെച്ചിങ്ങനെ ഇരിക്കും. ഞാനാണെങ്കിൽ അദ്ദേഹത്തെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുകയാണ്. ഒറ്റ വലിക്ക് കുടിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ അങ്ങ് ഇരുന്നു. അദ്ദേഹം ഫിനിഷ് ചെയ്യുന്ന പോലെ തന്നെ ഞാനും ഫിനിഷ് ചെയ്തു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നമുക്ക് ഒന്നുകൂടെ കഴിച്ചാലോ? ഞാൻ മനസ്സിലിങ്ങനെ പറഞ്ഞു, ഇതൊക്കെ ഇത്ര ചോദിക്കാനുണ്ടോ? അതിനുശേഷം അദ്ദേഹം ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്തു. അത് അദ്ദേഹത്തിന് ഒഴിച്ചു, എനിക്കും ഒഴിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പകുതി കഴിക്കാൻ പോവാണ്, അതുകൊണ്ട് ഒന്ന് കഴിച്ചോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് കഴിക്കുന്ന സ്ഥിതിക്ക് ഞാനും കഴിക്കാൻ പോവാണ്. ഓ കപിൽ, താങ്കളെ കുറിച്ച് ഞാൻ എന്തൊക്കെ പറയാനാണ്. താങ്കൾ അർദ്ധരാത്രി അമിതാഭ് ബച്ചൻ സാറിന് മെസ്സേജ് അയച്ചില്ലേ? സാർ, എനിക്ക് അദ്ദേഹത്തിനോട് ഒരുപാട് ബഹുമാനമുണ്ട് സാർ. ഞാൻ ഒരു തവണ അദ്ദേഹത്തിനോട് ഒരു ഫോട്ടോ എടുത്തു. നമ്മളതിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, ഫിരൻകി. അപ്പോൾ എൻ്റെ മെൻ്റൽ കണ്ടീഷൻ അത്ര ശരിയായിരുന്നില്ല. അപ്പോൾ ഞാൻ വളരെ ഡിപ്രഷനിലായിരുന്നു.
രാവും പകലും എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് സിനിമയുടെ സൈഡിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അല്ലല്ല. അതിനുശേഷം എന്റെ ആദ്യത്തെ പടം തന്നെ വലിയ ഹിറ്റ് അല്ലേ. രണ്ടാമത്തെ സിനിമ അപ്പോഴും റിലീസ് ആയിട്ടില്ല. ഫിലിമും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല സാർ. ചിലപ്പോഴങ്ങനെയൊക്കെ സംഭവിക്കും. അതായത് ഒരു കലാകാരനാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോ എനിക്ക് ആരെയും കാണാനുള്ള മനസ്സിലായിരുന്നു. ഷോയും ഞാനപ്പോൾ നിർത്തിവെച്ചു. ഒരു ഭാഗത്താണെങ്കിൽ സിനിമയും നിൽക്കുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ചില ആളുകൾ പറഞ്ഞു അത് റിലീസ് ചെയ്യണമെന്ന്. ചിലർ പറഞ്ഞു എന്നോട് ബച്ചൻ സാറിന് വെച്ചൊരു വോയിസ് ഓവർ ചെയ്യണമെന്ന്. അങ്ങനെ പോയി ചോദിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ബച്ചൻ സാറാണെങ്കിൽ ഒരു വലിയ ലെജൻഡുമാണ്. പക്ഷേ എന്നിരുന്നാലും ഞാൻ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് അയച്ചു. സാർ, ഞാൻ ആദ്യമായിട്ടൊരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് എനിക്കൊരു വോയിസ് ഓവർ തരണം പ്ലീസ്. ഒരു 5 മിനിറ്റിനകത്ത് തന്നെ അദ്ദേഹത്തിന്റെ റിപ്ലൈ വന്നു. 8-ാം തീയതിയോ 9-ാം തീയതിയോ ഈ ഒരു സ്റ്റുഡിയോയിൽ എൻ്റെ ഒരു സിനിമയുടെ ഡബ്ബിംഗ് ഉണ്ട്, അപ്പോൾ ഞാൻ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കപ്പോൾ വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. ഇത്രയും വലിയൊരു ലെജൻഡ് അല്ലേ, വേണമെങ്കിൽ റിപ്ലൈ പോലും തരാതിരിക്കാം. പക്ഷേ എനിക്കും നല്ല പേടിയുണ്ടായിരുന്നു, ധൈര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 കഴിച്ചിട്ടാണ് മെസ്സേജ് ചെയ്തത്. ഇല്ല, എനിക്കും ഒരു പ്രാവശ്യം മെസ്സേജ് അയച്ചിരുന്നു അർദ്ധരാത്രിയിൽ. അതും 6 റൗണ്ട് കഴിഞ്ഞാന്നു. സാർ, അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നു. സാർ ഏത് മെസ്സേജിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഒരു തവണ ഞാൻ ഇന്ത്യ ടിവിയിലെ ന്യൂസ് കണ്ടിരുന്നു. നമ്മുടെ നാട്ടിലെ പഞ്ചാബിലുള്ള സരംജീത് സിംഗ് പാകിസ്ഥാനിലെ ജയിലിലാണുള്ളത്. അത് കണ്ട ഉടനെ ഞാനാകെ ഇമോഷണലായി പോയി. എനിക്കപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും മനസ്സിലാവുന്നില്ല. ന്യൂസ് ഇന്ത്യ ടിവിയിലായിരുന്നു വന്നത്. അപ്പോൾ രജത് സാറിന് ഞാൻ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചു. സാർ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാളല്ലേ, സാറിന് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം പെട്ടെന്ന് തന്നെ റിപ്ലൈ തന്നു. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ പല കാര്യങ്ങളും നടക്കും. എപ്പോഴും ഞാനിങ്ങനെ അതായത് ഇമോഷണലായിട്ട് ഇങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കുകയില്ല. ഇടയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകും. സാർ, പിന്നെ താങ്കളും നല്ലൊരു വ്യക്തിയാണ്. എനിക്കിന്ന് റിപ്ലൈ തന്നു. താങ്ക് യു. ബച്ചൻ സാറിനെ പറ്റി നമ്മൾ സംസാരിച്ചു, പക്ഷേ പകുതിയിൽ നിർത്തി. ബാക്കി താങ്കൾ തന്നെ പറഞ്ഞോളൂ. അദ്ദേഹത്തെ സ്റ്റുഡിയോയിൽ പോയി കണ്ടോ? സാർ, ആക്ച്വലി എനിക്ക് ഈ ഡ്രിങ്കിങ് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ആങ്സൈറ്റി പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കപ്പോൾ തോന്നിയത് എന്താന്ന് വെച്ചാൽ എനിക്ക് ആരുടെയും മുന്നിലേക്ക് ചെല്ലാൻ പറ്റുന്നില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സ്റ്റേജിൽ മൈക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ബച്ചൻ സാർ വിളിച്ചിട്ട് പറഞ്ഞു രാവിലെ വരുന്നുണ്ടെന്ന്. അപ്പോൾ എൻ്റെ സിനിമയുടെ വോയിസ് ഓവർ കൊടുക്കാനാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ തന്നെ ചെന്ന് അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ എനിക്കപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും തോന്നുന്നില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ ശരി 2 റൗണ്ട് അങ്ങ് കഴിക്കാം, എന്നിട്ട് ബച്ചൻ സാറെ കാണാൻ പോവാം. ഇത് രാവിലെ നടന്ന കാര്യമാണ്. അദ്ദേഹം 8 മണിയാകുമ്പോഴേക്കും എത്തും. എൻ്റെ കല്യാണവും ഇടയ്ക്കാണ് കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഗിന്നി ഒരു നിഴല് പോലെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ബച്ചൻ സാർ അപ്പോൾ ഡബ്ബിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നു. എൻ്റെ സിനിമയുടെ ഡബ്ബിംഗ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമ ചെയ്യാൻ പോയി. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് ഞാനൊരു താങ്ക്സ് പറയണമല്ലോ. അങ്ങനെ ഞാൻ ചെന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റാഫ് പറഞ്ഞു അദ്ദേഹം ബിസിയാണ്. അത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പോയിക്കോളൂ എന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്ക് അവിടുന്ന് പോരാൻ തോന്നിയില്ല. ഞാൻ 2 വർഷമായാലും കുഴപ്പമില്ല, ഞാൻ കണ്ടിട്ടേ പോകുമെന്ന് പറഞ്ഞു. അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് വന്നു, അകത്തേക്ക് വരാൻ പറഞ്ഞു. ഞാൻ അകത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് അദ്ദേഹത്തിനോട് താങ്ക്സ് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പരസ്പരം കുറച്ച് പഞ്ചാബിൽ സംസാരിച്ചു. എൻ്റെ വൈഫിനെ ഇൻട്രോഡ്യൂസ് ചെയ്തു. ബച്ചൻ സാറ് ഗിന്നിയെ ആദ്യമായിട്ട് കാണുമല്ലേ, അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. പിന്നെ സാർ, അദ്ദേഹം എന്നെ സംബന്ധിച്ച് എങ്ങനെയാണ് മെമ്മറബിൾ ആവുന്നതെന്ന് ചോദിച്ചാൽ അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു. സാർ, ഞാൻ അങ്ങനെ വരാൻ പാടില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കണം, ഞാൻ സോറി പറഞ്ഞു. ശേഷം അദ്ദേഹം ഹിന്ദിയിൽ നല്ലൊരു മെസ്സേജ് എനിക്ക് അയച്ചു. ജീവിതം ഒരു പോരാട്ടമാണ്, അതിനകത്ത് ഒരുപാട് മത്സരങ്ങൾ ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരണം. അതൊരു വലിയ അഡ്വൈസ്. പക്ഷെ അദ്ദേഹം കോടീശ്വരനിൽ പറഞ്ഞതുപോലെ പറഞ്ഞു കരുതി. അല്ല സാർ, അദ്ദേഹം വളരെ നല്ലൊരു മെസ്സേജാണ് അയച്ചിരുന്നത്. ഇത്രയും വലിയൊരു ലെജൻഡ് നമ്മുടെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് പ്രോത്സാഹനം തരികയാണ്. അതൊരു പക്ഷേ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി നിങ്ങൾക്ക് നല്ലൊരു ജീവിതം തരും. അത് സത്യത്തിൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ്. അതെ സാർ. പക്ഷേ ഞാൻ കേട്ടത് രാത്രി 10 മണിക്ക് ശേഷം താങ്കളുടെ ഭാര്യ ഫോൺ വാങ്ങിച്ചു വെക്കുമെന്ന്. താങ്കൾക്ക് തരില്ലെന്ന് കേട്ടു. ഈ സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് ചെറിയ തിരുത്തലുകൾ വരുത്തണമെന്നുണ്ട് മൈലോഡ്. ദിവസം 10 മണിക്ക് മുകളിലല്ല സാർ. അതായത് എപ്പോഴെങ്കിലും 10 മണിക്ക് ശേഷം മൂഡ് മാറിയാലോ. അവര് തീർച്ചയായിട്ടും എൻ്റെ ഫോണ് അവർക്ക് അറിയാലോ ഇവൻ കുറച്ച് ഡേഞ്ചറാണ്, വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കല്യാണം കഴിക്കണമെന്ന്. താങ്കൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവരെ ഡിലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ തന്നെ ചെയ്യാം. ആദ്യം അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ കാര്യത്തിന് പോലും വഴക്കിടുമായിരുന്നു. എല്ലാ കാര്യത്തിനും ഞാൻ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറയും, അവരത് കേക്ക് പോലും ഇല്ല. അപ്പോഴാണ് ഞാനും ആലോചിച്ചു, ആരും ശ്രദ്ധിക്കാത്ത സ്ഥിതിക്ക് ഞാൻ ഇനി എന്തിനാ ഇങ്ങനെ വായിട്ടലയ്ക്കുന്നതെന്ന്. ഇങ്ങനെ ഞാൻ തന്നെ എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല സാർ. ലൈഫ് ഒരുപാട് ചേഞ്ച് ആയി, 2 പിള്ളേരുമായി. അതുമാത്രമല്ല, എനിക്ക് തന്നെ ഒരു തോന്നലുണ്ടായി എൻ്റെ പിള്ളേർ
3-4 വർഷത്തിന് ശേഷം ഈ യൂട്യൂബൊക്കെ കാണാൻ തുടങ്ങിയ അവർ തന്നെ അപ്പൊ ചോദിക്കും നമ്മുടെ അച്ഛൻ ഇങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ സാർ എന്റെ പഴയ വീഡിയോസ് എങ്ങനെയെങ്കിലും യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് തരണം സാർ, പഴയ പക്ഷേ ന്യൂസുകളൊക്കെ. ഇക്കാര്യം എങ്ങനെ ഡിലീറ്റ് ചെയ്യാനാ? താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കുടിക്കാതിരുന്നിരുന്നേ കല്യാണം പോലും നടക്കില്ലായിരുന്നെന്ന്. അത് ഈ ഒരു കാര്യം സത്യമാണ്. അതായത് എപ്പോഴും കുടിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ നല്ലതും നടക്കും. സാർ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഗേൾസിന്റെ കോളേജ് ഞങ്ങളുടെ കോളേജിന്റെ തൊട്ടടുത്തായിരുന്നു. അവിടെ ഞാൻ പോക്കറ്റ് മണിക്ക് വേണ്ടി ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഗിന്നിയും ആ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്, എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അവളപ്പോൾ BA ഫസ്റ്റ് ഇയർ പഠിക്കുകയായിരുന്നു, അല്ല BCom ഫസ്റ്റ് ഇയർ. അപ്പോൾ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിരുന്നു, ഞാൻ PG ചെയ്യായിരുന്നു. ഐ എം എ പോസ്റ്റ് ഗ്രാജുവേറ്റ്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ പ്രിൻസിപ്പലിനോട് പറഞ്ഞു എനിക്കൊരു ജോലി റെഡിയാക്കി തരണം, ഗേൾസ് കോളേജിൽ എനിക്കൊരു ചാൻസ് തരണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴേ എനിക്കും 4 കാശ് സമ്പാദിക്കാൻ പറ്റൂ, അതെനിക്ക് വളരെ സഹായവുമായിരിക്കും, എനിക്ക് ഈ പോക്കറ്റ് മണി കിട്ടുമല്ലോ. അപ്പോൾ ഗിന്നി, ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നു, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും. അല്ല 3 പേര്, അതിൽ സംഗീതമൊക്കെ അറിയാവുന്ന ഒരാളും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും ചേർന്ന് റിഹേഴ്സലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ സാൻഡ്വിച്ച് കൊണ്ടുവരുന്നു എനിക്ക് വേണ്ടി മാത്രം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, എടാ ഈ ഗിന്നിക്ക് ഇതിനോട് എന്തോ ഒരു താല്പര്യം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു അവളുടെ കാർ നോക്ക് എന്തൊരു വലുപ്പമാണ്, എൻ്റെ സ്കൂട്ടറിൻ്റെ സീറ്റിൻ്റെ ഫോം ആണെങ്കിൽ പുറത്താണ്, അതുകൊണ്ട് അതിന് സാധ്യതയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു അല്ല അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. അങ്ങനെ ഇരിക്കുക ഒരു സമയത്ത് ഞങ്ങൾ കോളേജിൽ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് ചുമ്മാ ഇരുന്നിങ്ങനെ സംസാരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 2-3 മീറ്റിനൊക്കെ ശേഷം അവളുടെ ഒരു ഫോൺ വന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും ധൈര്യമില്ലായിരുന്നു. മാത്രമല്ല എനിക്കൊരു റെക്കോർഡും ഉണ്ട്. ഞാനാണെങ്കിൽ അതുവരെ ഒരു പെണ്ണിനെയും പ്രപ്പോസ് ചെയ്തിട്ടും ഇല്ലായിരുന്നു. എനിക്കത് ശരിയാവില്ലായിരുന്നു. TV-യിൽ കാണിക്കുന്നതൊക്കെ ചുമ്മാതാ. പെട്ടെന്ന് ഞാനൊരു സിംഹത്തെ പോലെ മാറി. നിനക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണോ എന്ന് ഞാൻ ചോദിച്ചു. ഓ പക്ഷേ ഞാൻ ചോദിച്ച കാര്യങ്ങൾക്കൊന്നും എനിക്കപ്പോൾ മറുപടി കിട്ടിയിരുന്നില്ല. എനിക്ക് അങ്ങനെ എന്തോ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സമ്മതിച്ചു. പിന്നെ എന്തു പറയാനാ സാർ, അങ്ങനെ ഞങ്ങളുടെ പ്രണയം അവിടെ തുടങ്ങുകയായിരുന്നു. അതൊരു ഭയങ്കര ദിവസമായിരുന്നു. തീർച്ചയായിട്ടും ലാഭം തന്നെയാണ് താങ്കൾക്ക്. പക്ഷെ ഒരു ദിവസം ഞാൻ അവളുടെ ഡാഡിയെ കാണുമല്ലോ, വലിയൊരു കാറിൽ വന്ന് ഇറങ്ങി, ഒരു പിസ്റ്റളും ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴേക്ക് ഞാനൊക്കെ വല്ലാതായി. ഞാൻ അന്ന് രാത്രി തന്നെ അവിടെ വിളിച്ചു പറഞ്ഞു നീ എല്ലാം മറന്നേക്കുന്നു. പിന്നെ ഇതൊക്കെ കണ്ട എങ്ങനെ പറയാതിരിക്കും. അതിനുശേഷം പിന്നെ പോകെ പോകെ പ്രശ്നങ്ങളൊക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങി. എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടായി. ഞാൻ ഗിനിയുടെ അച്ഛനെ വളരെയധികം ബഹുമാനിക്കുന്നു. ഇപ്പോൾ നമുക്ക് ചില ആളുകളെ കാണുമ്പോൾ ദൈവത്തിന്റെ ഒരു പ്രതിരൂപമായി തോന്നാറില്ലേ? എന്നെ പോലുള്ള ഒരാൾക്ക് തന്റെ മകളെ കെട്ടിച്ചെന്നാൽ അദ്ദേഹം ദൈവം തന്നെയല്ലേ? നിങ്ങളിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? സർ ഐ ലവ് യുവർ താടി സ്റ്റൈൽ. താങ്ക് യു സർ. വാവ്, നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞാൻ ഗോരഖ്പൂരിന്നാ. ഗോരഖ്പൂർന്നോ? അതെ. ഞാൻ കരുതിയത് ബീഹാർന്നായിരിക്കുന്ന. ശരി സർ ലഹരിയാണെങ്കിൽ മദ്യത്തിലുണ്ട്, അത് ഗവൺമെന്റ് തന്നെ വിൽക്കുന്നുണ്ട്. എന്നിട്ട് ആൾക്കാർ എന്തിനാ നിങ്ങളെ വെറുതെ കുറ്റം പറയുന്നത്? നിങ്ങളെ വെറുതെ ചോദിച്ചാണോ അതോ ബാറ്റിൽ വാങ്ങിക്കാൻ പോവാ? ഇല്ല സർ, ഞാൻ വെറുതെ ചോദിച്ചാ. സർ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം വയസ്സുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെയായിരിക്കും. അപ്പോൾ നമുക്ക് നല്ലതും ചീത്തതും ഒന്നും ശരിക്കും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഈ പ്രായമായവരൊക്കെ പറയുന്നത് എല്ലാം ഈ പ്രായത്തിന്റെ പ്രശ്നമാണെന്ന്. നമ്മൾ ഈ മദ്യത്തെയും മറ്റും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം പ്രായത്തിന്റെയാണ്. സോ സാധാരണ ആളുകൾ എല്ലാവരും തെറ്റുകൾ ചെയ്യും, എന്നിട്ട് നമ്മൾ തന്നെ അതിൽ നിന്നൊരു പാഠം പഠിക്കുകയും ചെയ്യും. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ആരിൽ നിന്നും ഒന്നും തന്നെ മറച്ചിട്ടില്ല. എൻ്റെ ലൈഫ് എന്നും ഒരു ഓപ്പൺ ബുക്കാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും സ്നേഹം ലഭിക്കുന്നതും. പിന്നെ ആ സ്നേഹം ഞാൻ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ ഷോ 3 മാസത്തേക്ക് ചെയ്യാമെന്ന് കരുതിയതായിരുന്നു. ഇപ്പോൾ 10 വർഷമായി. എല്ലാം നിങ്ങൾ തരുന്ന സ്നേഹം കൊണ്ട് മാത്രമാണ്. തെറ്റുപറ്റിയാൽ തീർച്ചയായും ക്രിറ്റിസിസം ഉണ്ടാവും. അതായത് നിങ്ങൾക്കിപ്പോ എത്ര അളവിൽ സ്നേഹം കിട്ടുന്നുണ്ടോ അത്ര തന്നെ നിങ്ങൾക്ക് ക്രിറ്റിസിസവും ഉണ്ടാവും നിങ്ങൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ തെറ്റുകളിൽ നിന്നും ചിലത് പഠിക്കാനുണ്ട്. അതേ തെറ്റ് വീണ്ടും ചെയ്യരുത്, പുതിയ തെറ്റ് ചെയ്യണം. തെറ്റുകൾ ഡിഫറെന്റ് വേരിയേഷനോട് കൂടി ചെയ്യണം. ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ എന്തായാലും തെറ്റ് ചെയ്തിരിക്കും. തെറ്റുകൾ മാറി മാറി സംഭവിക്കാം, ഒന്ന് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യരുത്. സോ ഇപ്പോൾ ലൈഫിൽ പ്രയോറിറ്റീസ് ഒക്കെ മാറി, ലൈഫിൽ കുറച്ച് ഫോക്കസ് ഉണ്ട്, അത്യാവശ്യം ഡിസിപ്ലിൻസ് ഒക്കെ വന്നു. സത്യത്തിൽ ഇത് വളരെ നല്ല കാര്യമാണ്. താങ്കൾ അങ്ങനെ ഒരു സ്ഥിതിയിൽ ഉണ്ടായിരുന്നു. താങ്കൾ അത് വളരെ സ്പോർട്ടീവായിട്ട് എടുത്തു. അത് പറഞ്ഞ് നിങ്ങൾ തന്നെ ചിരിച്ചു, സ്വയം വിമർശിച്ചു, ഇപ്പൊ കറക്റ്റ് ട്രാക്കിൽ വന്നിരിക്കുന്നു. ഇത് നല്ല കാര്യമാണ്. എല്ലാവരും താങ്കളെ അപ്രീഷിയേറ്റ്. താങ്ക് യു സർ, താങ്ക് യു. വളരെ നന്ദിയുണ്ട്.